പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 8-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ ഈ 3-ാം മാസത്തിൻ്റെ 2-ാമത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലാണ് നാം ഇന്ന് പ്രഭാതമായിരിക്കുന്നത്. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി ഈ പ്രഭാതം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമ്മെപ്പോലെ ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് നമ്മേക്കാൾ ശ്രേഷ്ഠത പറഞ്ഞവരും സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവും ആരോഗ്യവും പ്രായത്തിൽ കുറഞ്ഞവരും ഈ ലോകത്ത് നിന്ന് അനേകർ മാറ്റപ്പെട്ടപ്പോൾ അനേകർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുമ്പോൾ എത്രയോ പേർക്ക് ആക്സിഡൻറ്റുകൾ ആത്മഹത്യകളിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രിയ കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ദൈവം നമ്മെ കൺമണി പോലെ പരിപാലിച്ചു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥനെ ഒരു ദിനം കൂടെ നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഭാഗ്യമൊരിക്കല്ലോ. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവസന്നിധി നമുക്കായിരിക്കാം. പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ 7-ാം സങ്കീർത്തന പ്രകാരം പാടുന്നു: എൻ്റെ ദൈവമായ യഹോവേ, ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, നാം ഹൃദയത്തിൽ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നാം പറഞ്ഞുവെന്നും ചെയ്തുവെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ഒറ്റയ്ക്കും കൂട്ടമായി നമ്മെ ആക്രമിക്കുമ്പോൾ ഏത് വ്യക്തിയും രോഷാകുലനാവുകയും അവൻ്റെ ഹൃദയം തകരുകയും ചെയ്യും. പച്ചക്കള്ളങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് നമ്മെ കുറ്റവാളികളാക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവർ പോലും നമ്മെ വിട്ടുപോകും. പലരും ഇങ്ങനെ പറയുമ്പോൾ അതിൽ കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുകയും ചെയ്യും. താൻ നന്മ ചെയ്തിട്ടും ദോഷം സഹിക്കേണ്ടി വന്ന ഒരു ഭക്തൻ്റെ ഹൃദയം തകർന്നുള്ള നിലവിളിയാണ് ഈ 7-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വൃത്തികെട്ട ദുഷ്ടന്മാർ നമ്മെക്കുറിച്ച് നുണ പറഞ്ഞ് നടക്കുമ്പോൾ തൻ്റെ നിരപരാധിത്വം ദൈവം മുമ്പാകെ തെളിയിക്കണമെന്ന് ഭക്തൻ ആഗ്രഹിക്കുന്നു. സകല ഹൃദയ രഹസ്യങ്ങളും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പേ തൻ്റെ മനസ്സാക്ഷി പരിശോധിക്കണമെന്നും താൻ ഇവിടെ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ഹല്ലേലൂയ രാജ്യദ്രോഹിയും വഞ്ചകനുമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ മുമ്പിൽ തനിക്ക് ദൈവം ന്യായം പാലിച്ചു തരണം അല്ലെങ്കിൽ തരുമെന്ന് ഭക്തൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇതുപോലെ നാം ചെയ്യാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ നമുക്കെതിരെ മറ്റുള്ളവർ ഉന്നയിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ മനസ്സാക്ഷി എങ്ങനെയായിരിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഈ സങ്കീർത്തനത്തിലെ സന്ദർഭം വ്യക്തമായി പറയുവാൻ നിവർത്തിയില്ലെങ്കിലും 1 ശമൂവേൽ 24-ാം അധ്യായം ആയിരിക്കണം ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പൊതുവെ വിശ്വസിച്ചിരിക്കുന്നു. ശൗലിനെ ഭയന്ന് ദാവീദും കൂട്ടരും കൂടെയുള്ളവരും ഈ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. എന്നാൽ ദാവീദിനെ തിരഞ്ഞു നടന്ന ശൗൽ യാദർച്ഛികമായി ആ ഗുഹയിൽ എത്തിപ്പെടുന്നു. ഈ സമയം ശൗലിനെ കൊല്ലുവാൻ ദാവീദിൻ്റെ കൂടെയുള്ളവർ ശക്തമായി ദാവീദിനെ ഉപദേശിച്ചെങ്കിലും ദാവീദ് അതിന് മുതിരാതെ ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം മാത്രം മുറിച്ചെടുത്തു. എന്നാൽ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവൻ്റെ മനസ്സാക്ഷി അവനെ കുത്തിത്തുടങ്ങി, കുറ്റം പറയുവാൻ തുടങ്ങി തൻ്റെ മനസ്സാക്ഷി. ഈ സംഭവത്തിന് ശേഷം താൻ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തോട് സംസാരിച്ച വിഷയങ്ങളാണ് 7-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയ്ക്കായി ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നന്നായിരുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. എന്നാൽ നമ്മുടെ മനസ്സാക്ഷി നല്ലതാണെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന
കേൾക്കും, അത് നിശ്ചയമായി. ദൈവം നമുക്ക് ഒരു മനസാക്ഷി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇതര ജീവികളിൽ നിന്നും മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ന്യായവിധി ദിവസത്തിൽ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ മനസാക്ഷി ഒരു പുസ്തകം പോലെ തുറന്നു വരികയും ഓരോരുത്തരും അതിന് തക്ക മറുപടി പറയേണ്ടി വരികയും ചെയ്യും. ആമേൻ, ആമേൻ. ദൈവസഭയ്ക്കകത്ത് ആമേൻ മനോഹരമായ ആമേൻ നല്ല ഭംഗിയായി വെള്ള വസ്ത്രം ധരിച്ച് മീശ വടിച്ച് വെള്ള സാരി ഉടുത്ത് ഓർണമെന്റ്സ് ആമേൻ എല്ലാം മാറ്റി ഞാൻ വലിയ വിശുദ്ധനാണ്, വിശുദ്ധിയാണ്, വിശുദ്ധമതിയാണെന്നൊക്കെ പറഞ്ഞ് നാം എത്ര തന്നെ പ്രദർശനം നടത്തിയാലും ഒരിക്കൽ നാം സ്തോത്രം ഹല്ലേലൂയ ഈ മനസാക്ഷിയുടെ പുസ്തകം തുറന്നു വരുമ്പോൾ നാം ഓരോരുത്തരും അതിന് മറുപടി പറയേണ്ടി വരും. ആകയാൽ നമ്മുടെ മനസാക്ഷി ഏറ്റവും നിർമ്മലമായി സൂക്ഷിപ്പാൻ ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. നല്ല മനസാക്ഷി ഇല്ലാത്ത നിമിത്തം നമ്മുടെ സ്തോത്രം വിശ്വാസ കപ്പൽ തകർന്നു പോകേണ്ടി വരരുത്. അങ്ങനെ തകർന്നു പോയ 2 വ്യക്തികളെ ദൈവവചനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നല്ല മനസാക്ഷി ഇല്ലാത്തവർ സ്വന്തം മനസാക്ഷിയിൽ ചുവട് വെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഹല്ലേലൂയ സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടുകൂടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. നല്ല മനസാക്ഷി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരുടെ ആരാധന വെറും പ്രഹസനങ്ങൾ മാത്രമാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ ധൈര്യത്തോടുകൂടെ അടുത്തു ചെല്ലണമെങ്കിൽ നമ്മുടെ നടപ്പ് നന്നായിരിക്കണം. മദ്യപാനികളും വ്യഭിചാരികളും പ്രാർത്ഥനയും ആരാധനയും അവർക്ക് അറപ്പാകുന്നത് അവർക്ക് നല്ല മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാണ്. ആരാധന വിശുദ്ധ ആരാധനയിൽ കടന്നു വരാത്തതും ഉപവാസവും പ്രാർത്ഥനയും അവർക്ക് വേണ്ടാത്തതും നല്ല മനസാക്ഷി ഇല്ലാഞ്ഞിട്ടാണ്. കർത്താവിനായി അധ്വാനിക്കണമെങ്കിലും ആത്മാർത്ഥതയോടെ സുവിശേഷ വേല ചെയ്യുന്നതിലും നല്ല മനസാക്ഷി ആവശ്യമാണ്. ഈ നല്ല മനസാക്ഷി ഇല്ലാത്തവരും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ മടിച്ചിട്ട് സ്തോത്രം ഓടിപ്പോകുന്നവരുണ്ട്. അനേകർ ആത്മീയ ജീവിതത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നവരുണ്ട് മനസാക്ഷി ഇല്ലാതെ. ആകയാൽ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ സൂക്ഷിച്ചും ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിർജീവ പ്രവർത്തികളിലും മനസാക്ഷി നീക്കി സകല മനുഷ്യരുടെയും ദൈവത്തിൻ്റെ മുമ്പാകെയും ലജ്ജിക്കാതെ നിൽക്കുവാൻ കർത്താവ് നമ്മെ കൃപയോടുകൂടെ നിർത്തുമാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുന്നിൽ സ്തോത്രം പ്രസംഗിക്കുമ്പോൾ നാം സ്തോത്രം ഹല്ലേലൂയ നാളെ ലജ്ജിച്ചു പോകുവാനിട വരരുത്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ വചന സന്ദേശം നിങ്ങളുടെ അരികിലെത്തി ചില നാളുകൾ കഴിഞ്ഞിട്ട് സ്തോത്രം എന്നെക്കുറിച്ച് ഹല്ലേലൂയ മനസാക്ഷിയില്ലാത്ത വാക്കുകൾ കേൾക്കുവാൻ ഇടയാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗം സ്തോത്രം ഹല്ലേലൂയ അത് വ്യർത്ഥമായി പോകുവാനിടയാം. നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ തനിയെ അടുത്തു ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയാം നാം നല്ല മനസാക്ഷി ഉള്ളവരാണോ എന്ന്. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുകയുള്ളൂ. ആകയാൽ നല്ല മനസാക്ഷിയോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാമോ? ഒരു നല്ല മനസാക്ഷി നമ്മുടെ അരികിൽ വരുന്ന സാധുക്കളെ സ്തോത്രം സാമ്പത്തികമായി ഞരങ്ങുന്നവരെ, മാനസികമായ നിരാശയോടുകൂടെ വരുന്നവരെ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ, വാടക ഭവനങ്ങളിൽ പാർത്തുകൊണ്ട് വാടക കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ ഭാരപ്പെടുന്നവരെ, ഒരു നേരത്തെ ആഹാരത്തിന് നല്ല വസ്ത്രം ഇല്ലാതെ അങ്ങനെ നിരവധി സ്തോത്രം ഭാരപ്പെടുന്ന സ്തോത്രം പ്രിയപ്പെട്ടവർ നമ്മുടെ അരികിൽ വരുമ്പോൾ നല്ലൊരു മനസാക്ഷിയോടുകൂടെ നാം അവരോട് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പെരുമാറാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ വെറും വ്യർത്ഥമാണ്. നമ്മുടെ വിശുദ്ധ ജീവിതം അത് വെറും വ്യർത്ഥമായി തീരും. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം മനസാക്ഷിയുടെ പുസ്തകം നാഥൻ്റെ മുന്നിൽ തുറക്കുമ്പോൾ നല്ല മനസാക്ഷിയോടുകൂടെ നല്ല ദാസനെ, നല്ല ദാസിയെ എന്ന് പറയുന്ന ഒരു നല്ല സ്തോത്രം മനസാക്ഷിയുടെ ഉടമയായി നിൽക്കുവാൻ ദൈവം കൃപ നൽകേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദിവസം എടുക്കാം.
സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും സമാധാനമില്ലാതെയായിരിക്കുമ്പോൾ വേർപാടിൻ്റെ ദുഃഖങ്ങളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവെ, മാനസികമായി ഞരങ്ങുന്നവർ, സാമ്പത്തികമായി ഞരങ്ങുന്നവർ കർത്താവെ സ്തോത്രം, ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, വാർദ്ധക്യമായ ബലഹീനതയിൽ, അങ്ങനെ നിരവധി പ്രതിസന്ധികളിൽ കർത്താവെ ഭാരപ്പെടുന്നു അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടണമേ. ഇന്ന് പ്രഭാതം എല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.